നമസ്കാരം. 23 വർഷം 23 വർഷം തുടർച്ചയായി ഒരു വ്യക്തി ഭരണം കൈയാളുക. ഏകാധിപത്യ ഭരണം നിലവിലുള്ള രാജ്യങ്ങളിൽ രാജഭരണത്തിന് കീഴിൽ കുടുംബാധിപത്യമുള്ള പാർട്ടികൾ ഭരിക്കുമ്പോൾ പട്ടാള ഭരണത്തിന് കീഴിലൊക്കെ ഇത് സംഭവിച്ചേക്കാം. എന്നാൽ ശക്തമായ ജനാധിപത്യ സംവിധാനം നിലവിലുള്ള നാട്ടിൽ ജനാധിപത്യത്തിന് ഏറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്റെയും പാർട്ടിയുടെയും കീഴിൽ വ്യക്തികൾക്ക് വലിയ പ്രാമുഖ്യം കൽപ്പിച്ചിട്ടില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് തീർച്ചയായും ഇതൊരു അസാധാരണ സംഭവമാണ്. ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവരുണ്ട്, അഥവാ നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ അതുമല്ല, ജനങ്ങളുടെ പ്രീതി നേടിക്കൊണ്ട് താൻ ഭരണം കൈയാളുന്ന വേലയിലുണ്ടായ നേട്ടങ്ങളും വികസനവും ജനക്ഷേമവും ഒക്കെ ഉയർത്തിക്കാട്ടി കൂടുതൽ ജനപിന്തുണയോടെ വീണ്ടും അധികാരത്തിലേറുക. അതാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ചരിത്രം. അതായത് ഇപ്പോഴൊന്നുമല്ല, 2001 തുടങ്ങുന്നതാണ് മോദി ഭരണ വിസ്മയം. അച്ചുതണ്ടിൽ കറങ്ങുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആനയിക്കുകയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ ഇന്ത്യ എന്നാൽ മോദി എന്ന മുദ്രാവാക്യത്തിലേക്ക് മാറ്റി എഴുതാൻ മോദിക്ക് സാധിച്ചിരിക്കുന്നു. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന സമാന മുദ്രാവാക്യത്തിലേക്ക് വർഷങ്ങൾക്കിപ്പുറം മോദി രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു. സമാനത എന്ന് തീർത്തു പറയാനാവില്ല, അതിനുമപ്പുറം സ്വാധീനം ഉണ്ടാക്കി എന്ന് തന്നെ പറയാം. കാരണം അടിയന്തരാവസ്ഥ പോലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭാരതീയരെ മോദി ക്രൂശിച്ചിട്ടില്ല, പകരം ചേർത്ത് പിടിക്കലുകളാണ് ഇവിടെ സംഭവിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ള സഹതാപ തരംഗത്തിലും കോൺഗ്രസ് 404 സീറ്റോടെ രാജ്യം തൂത്തുവാരി. എങ്കിലും രാജീവ് ഗാന്ധിയുടെ കൊലപാതകം കോൺഗ്രസിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗത്തിന് കാരണമായി. 244 സീറ്റ് നേടിയ കോൺഗ്രസ് അധികാരത്തിലേറിയെങ്കിലും അതോടുകൂടി ഒറ്റപ്പാർട്ടി സമ്പ്രദായത്തിന് താൽക്കാലികമായി അന്ത്യമാവുകയായിരുന്നു. അതായത് 2 തിരഞ്ഞെടുപ്പാണ് അവർ സഹതാപ തരംഗത്തിൽ മുറുക്കെ പിടിച്ചത്. 1998 99 BJPയുടെ നേതൃത്വത്തിൽ NDA വന്നു. 2004 മുതൽ 2014 വരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UPA വന്നു. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അഴിമതി ആരോപണങ്ങളാൽ വരഞ്ഞ UPA ഭരണത്തിനെതിരെയുള്ള 2014 നരേന്ദ്രമോദിയുടെ വിജയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റം തന്നെയായിരുന്നു. അതെ, 2019 ജനുവരിയിലൂടെ മോദി UPA ഗവൺമെന്റിനുള്ള ചുട്ട മറുപടി നൽകുകയായിരുന്നു. പ്രാദേശിക രാഷ്ട്രീയം വിധി നിർണ്ണയിക്കുന്ന ഏറെ സങ്കീർണമായ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മോദി മാറ്റിവരയ്ക്കുന്നു. 2014 അധികാരത്തിലേറിയ ശേഷം മോദി സ്വയം അച്ചുതണ്ടായി മാറുകയായിരുന്നു. ഇക്കാലത്തിനിടയിൽ ഭരണവൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നതിന് മോദി വൻ വിജയമാണ് കൈവരിച്ചത്. അതിലെല്ലാം ഉൾപ്പെടുന്നതാണ് നോട്ട് നിരോധനം, തൊഴിലില്ലായ്മ, സാമ്പത്തിക തളർച്ച തുടങ്ങിയ വിഷയങ്ങളെല്ലാം. അതിനെല്ലാം തന്നെ മോദി ഭരണം തുടച്ചു നീക്കി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പുൽവാമയും ബാലാക്കോട്ടും പാകിസ്ഥാനും തിരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്നു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നേട്ടങ്ങൾ നമ്മുടെ ഭാരതത്തിന് ആദ്യ ഭരണത്തിൽ തന്നെ മോദി കാഴ്ചവെച്ചു. അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാക്കേണ്ട തരത്തിൽ തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചാണ് മോദി വീണ്ടും പ്രധാനമന്ത്രി കസേരയിലെത്തുന്നത്. അങ്ങനെ തന്നെയായിരിക്കും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ ഏട് അതിവിടെ ഇനിയും ആവർത്തിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിസ്സംശയം നമുക്ക് പറയാം, മോദി ഭാരതം, അഭിമാന ഭാരതം.